ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ രുചികരമായ ടൊമാറ്റോ രസമാണ് ഉണ്ടാക്കുന്നത്. ടൊമാറ്റോ രസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇടുന്നത്. 3 ഉണക്കമുളക് മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 10 ചെറിയ ഉള്ളി. ഞാൻ ചതയ്ക്കുന്നതിന് പകരം തീരെ കനം കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനിയും ഇതിലേക്ക് ഇടുന്നത് 8 വെളുത്തുള്ളി ചതച്ചത്. ഇത് വലിയ വെളുത്തുള്ളിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. ഇത്ര ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കേണ്ടത്. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ ജീരകം ചതച്ചെടുത്തത്. ഇനിയും ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കൂടി ഇതിനകത്തിട്ടൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനിയുമാണ് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ ചേർക്കുന്നത്. ടൊമാറ്റോയുടെ തൊലി ഞാൻ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റുകയാണ്. ടൊമാറ്റോയുടെ തൊലി കളയണമെന്ന് നിർബന്ധമില്ല. സാധാരണ ഞാൻ ടൊമാറ്റോ രസം വെക്കുമ്പോൾ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. ടൊമാറ്റോയും കൂടി ഇതിൽ ചേർത്തൊന്ന് വഴറ്റുന്നത് നല്ല ടേസ്റ്റ് കിട്ടും. പൊടികൾ ചേർത്ത കൂട്ടത്തിൽ കായപ്പൊടിയും കൂടെ ചേർക്കണമായിരുന്നു, ഞാനത് വിട്ടുപോയി. ഇപ്പം ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. കായം പൊടിക്കുന്ന വീഡിയോ ഞാൻ 2-3 ദിവസം മുൻപേ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതുപോലെ കായം വറുത്ത് പൊടിച്ചതിൽ നിന്നും എടുത്തതാണ് ഇതിൽ ചേർത്ത പൊടി. ടൊമാറ്റോ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് വഴറ്റി. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ്. ഇതൊരു ലൈം സൈസിലുള്ള പുളി ചൂടുവെള്ളത്തിൽ നേരത്തെ കുതിർത്ത് വെച്ചിരുന്നതാണ്. ആവശ്യമനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി വെള്ളമാണ് ഒഴിക്കുന്നത്. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളയ്ക്കണം. ഇനിയുമാണ് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് നന്നായിട്ട് തിളയ്ക്കണം. ഒരു 5-6 മിനിറ്റ് തിളച്ചു. ടൊമാറ്റോയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിന് പുളിയോ ഉപ്പോ വേണമെന്ന് നോക്കി വേണമെന്ന് വരിയിൽ ചേർക്കാം. ഞാൻ ഇതിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. പുളി ആവശ്യത്തിനുണ്ട്. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. രസം റെഡിയായി. ഇനി സ്റ്റൗ ഓഫ് ആക്കിയിട്ട് വേണം മല്ലിയില ചേർക്കാൻ. വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാണ് മല്ലിയില ഞാൻ ചേർക്കുന്നത്. ഇനി ചൂടോടുകൂടി ഇതിലേക്ക് മല്ലിയില ചേർക്കുകയാണ്. രസത്തിന് നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ് മല്ലിയില. ഇനിയും മൂടി വെച്ച് ചോറുണ്ണാൻ നേരം ഇളക്കി എടുക്കുക. ഈ ടൊമാറ്റോ രസത്തിന്റെ പ്രത്യേകത കൂടുതൽ വെളുത്തുള്ളിയും കുരുമുളകും ചതച്ച് ചേർത്തിരിക്കുന്നതാണ്. ഊണിന് ഈ ടൊമാറ്റോ രസവും തോരനും പപ്പടവും മതി. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക.